U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ അല്ല, അത് രാവിലെ ഇടും. അതെ, എപ്പിസോഡിൻ്റെ റിവ്യൂ എപ്പോഴും രാവിലെയാണ്. പക്ഷേ ഈ എപ്പിസോഡും പിന്നെ മൊത്തം ലൈവും ഒക്കെ നടന്നത് വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ തോന്നിയ ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ. അതെ, ഇവനെന്ത് ഇഷ്ടപ്പെട്ടു, ഇവനെന്ത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കെന്ത് ഇഷ്ടപ്പെട്ടു, എനിക്കെന്ത് ഇഷ്ടപ്പെട്ടില്ല, ഇതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ എനിക്ക് അറിഞ്ഞുകൂടാ ഇവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്, അതുപോലെ ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് അവന് അറിഞ്ഞുകൂടാ. അതാണ് ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത. അപ്പൊ തുടങ്ങിക്കോ ബ്രോ. തുടങ്ങാലോ. ഓക്കെ, എന്താണ് ആദ്യം എടുത്തു പറയേണ്ട ഒരു, നിനക്ക് ഇതെനിക്ക് ആദ്യം പറയണം എന്ന് തോന്നിയൊരു കാര്യം? അങ്ങനെ തോന്നിയ കാര്യം, ആദ്യം പറയണമെന്ന് തോന്നിയ കാര്യം പറയാം. അതായത് ഞങ്ങൾ രാവിലെ വീഡിയോ ചെയ്യാൻ നേരത്ത്, അതായത് തലേദിവസത്തെ ഇന്നലത്തെ റിവ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് ഓരോരുത്തർ വന്നതിനെക്കുറിച്ചും പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പറഞ്ഞ 2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് രേണ ഫാത്തിമയും പിന്നെ ഒന്ന് അനീഷും. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് അതാണ് ബിഗ് ബോസ്, അത് വേറെ സത്യം. അതുവരെ നമ്മളെന്താണോ അവരെ പ്രതീക്ഷിച്ചിരുന്നത് ആ സാധനം എല്ലാം മാറ്റിയിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വായം കൊണ്ട് തന്നെ ഞങ്ങൾ പറയേണ്ടി വന്നു, എംബോ യുവമാര് എജാതെ രണ സുദി. പക്ഷേ രണ ഫാത്തിമ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. രണ സൂപ്പറായി, ഗംഭീരം, സൂപ്പറായി. ഇതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയണമെന്നുണ്ടായിരുന്ന കാര്യം. അതെ, അതായത് ഇപ്പോൾ അനീഷിൻ്റെത് പഴകിയ സ്ട്രാറ്റജി ആണെങ്കിലും മറ്റു പലരും വിമർശിച്ച് കണ്ടാലും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിൽ മറ്റു റിവ്യൂവേഴ്സിലൊക്കെ അവരൊക്കെ വിമർശിക്കുകയാണ് ഇതിനെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് പഴകിയാലും ഇത് വർക്കായി എന്നുള്ളതാണ് പറയാനുള്ളത്. അത് പോസിറ്റീവായിട്ടാണ് പറയാനുള്ളത്. അതാണ്, അത് പൊളിക്കാൻ ബാക്കി 18 പേർക്ക് കഴിഞ്ഞില്ല. അതെ, അത് തന്നെയല്ല അയാളുടെ വിജയം. അത് കഴിഞ്ഞത് 2 പേർക്കാ, ഒന്ന് രണ ഫാത്തിമക്കും പിന്നെ ബിഗ് ബോസിനും. സത്യം, ബിഗ് ബോസിന് അത് മനസ്സിലായി. ബിഗ് ബോസ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും എനിക്ക് ഇന്ന് ആദ്യം പറയണമെന്ന് തോന്നിയ കാര്യം എന്താണെന്നറിയോ? അതായത് 2 കാര്യങ്ങളാണ് ആദ്യം എടുത്ത് പറയാനായിട്ട് തോന്നിയത്. അതായത് ഇത് പുതിയൊരു വീടാണ്, അതിലെ സിസ്റ്റംസ്, അതായത് സൗണ്ട് സിസ്റ്റം, പിന്നെ ടെക്നിക്കലി ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ചില കൺഫ്യൂഷൻസും ചില ഡിലേ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ബിഗ് ബോസിനൊക്കെ ഏത് സമയത്ത് ഇത് അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവിടെ ഉള്ളിൽ ക്രൂവിൽ നിന്ന് ഈ വീടിൻ്റെ പരിചയക്കുറവ് കാരണം ഇത് വളരെ പെട്ടെന്ന് നടക്കുന്നില്ല. അത് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്കെ. ഒരു ഉദാഹരണം പറയാം, സൗണ്ട് ഇല്ലാതെ വന്നതല്ല. അതെ, അതായത് കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ അപ്പാനി ശരത്തിനെ വിളിച്ചു. ശേഷം ആളോട് സംസാരിക്കുന്നത് ആൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കും കേൾക്കാൻ പറ്റുന്നില്ല, അപ്പാനിക്കും കേൾക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം പുറത്തുള്ള ആൾക്കാരോട്, ഏത് പ്ലാസ്മ ടിവിയുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാരോട് അനൗൺസ് ചെയ്തു, അപ്പാനി ശരത്തിനൊന്ന് വിളിച്ചിട്ട് വാ. ഞാൻ പറയുന്നു, ഒറ്റയ്ക്ക് പേടിച്ച് ചിലപ്പോൾ ചാവും. ഒരു കൺഫെഷൻ റൂമാണ്. അതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ശരിയായ രീതിയിൽ വരട്ടെ എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ബിഗ് ബോസ് തന്നെയാണ് ഈ ദിവസത്തെ ഹീറോ. കാരണം ഇവരുടെ മെയിൻ ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ പണി എന്നുള്ളതാണ്. ആ 7ന്റെ പണി ശരിക്കും ഇവർ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. കണ്ടസ്റ്റൻസിനൊക്കെ, അതായത് അടുത്തതായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് തന്നെ അതാണ്. അതായത് ക്യാപ്റ്റൻസി ടാസ്കും അതിനുശേഷം ക്യാപ്റ്റനെ തീരുമാനിക്കുന്ന സംഭവം. അതെ, ഭയങ്കര സംഭവമായിരുന്നത്. അത് ഞെട്ടിച്ചു. അപ്പോൾ ബിഗ് ബോസ് തന്നെയാണ് ആദ്യം കയ്യടി അർഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇന്നത്തെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എങ്ങനെയായിരിക്കും പെരുമാറുക. പക്ഷെ ഇന്ന് ആ എല്ലാ കണ്ടസ്റ്റൻസിനെ ഇട്ട് കറക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത് ഏറ്റവും ഭീകരമായിട്ട് ഇത് പ്രഹരം ഏൽപ്പിച്ചത് അപ്പാനി ശരത്തിനാണ്. ആൾക്കാണ് ശരിക്കും ഇത് പൊട്ടിയത്. അനീഷിനെ തെരഞ്ഞെടുത്തത്. അത് ഇവര് തമ്മിലാണ് രാവിലെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ പറയാനുള്ളത് രണ ഫാത്തിമയെ കുറിച്ച് തന്നെ കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും. ഗംഭീര കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് അറിഞ്ഞു പോയ പോലെ ഉണ്ട്. അതായത് നമ്മൾ അവിടെ പോയിട്ട് അതിനകത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടസ്റ്റന്റിനെ പോലെ അല്ല ചിന്തിക്കേണ്ടത്. ഓഡിയൻസിൽ നിന്നിട്ട് നമ്മളിത് കളി കാണൂലേ,
പ്രേക്ഷകനായിട്ട് നിന്ന് കാണാം, ആ രീതിയിൽ കാണണം. അതുപോലെ കാണാൻ പറ്റുന്ന ഒരു മുതലാണ് രന ഫാത്തിമ. രന ഫാത്തിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറയാനുണ്ടോ, അതായത് ഞങ്ങൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച് കളിയാക്കി, അതായത് ബാലൊക്കെ ആയിട്ടാണ് വന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ രനയുടെ PR ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. പല ആൾക്കാരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കമന്റ് ഇടുന്നുണ്ട്. ഇനി വേറൊരു സത്യാവസ്ഥയും കൂടി പറഞ്ഞുതരാം. ഇന്നിപ്പോ ഞങ്ങള് ഇന്നത്തെ അപ്ഡേറ്റ് അല്ല, ഇന്നത്തെ ടോട്ടൽ ഒരു റിവ്യൂ ആണ് പറയുന്നത്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് തോന്നിയ, അതായത് ഞങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ ഷോ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിൽ നിന്ന് മായാതെ. ഇപ്പൊ ഞങ്ങൾ ഇതിനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുകയല്ല, ഞങ്ങൾക്ക് മായാതെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ഇനി നാളെ ഈ സമയത്ത് മറ്റ് ചിലപ്പം വേറെ കണ്ടസ്റ്റൻസിനെ കുറിച്ചായിരിക്കും ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ പോസിറ്റീവ് പറയുന്നത്. അതെ, ആ സമയത്ത് ചിലപ്പോൾ ഇവർ നെഗറ്റീവ് ആയി. അതെ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഷോ തുടങ്ങുന്നതിന്റെ ഒക്കെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു സൈഡും പിടിക്കില്ല. നമുക്ക് എന്താണോ അന്നത്തെ ദിവസം തോന്നുന്നത്, ആരാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അതിനെക്കുറിച്ചേ നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ ആരാണോ മോശമായിട്ടുള്ളത് അത് പറയും. എന്തായാലും മോശമായിട്ട് തോന്നിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെ മെയിൻ മോശം, അതായത് ബിഗ് ബോസ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ടീമുണ്ട്. അത് ഇതിലെ ഗ്രൂപ്പ് കളിക്കുന്നവരാണ്. ഗ്രൂപ്പ് കളിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുമിച്ചിരുന്ന് അവർ മാത്രം എപ്പോഴും ഒരുമിച്ചിരിക്കുന്നു, അവരെന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിസം അല്ല ഇവിടെ നടക്കുന്നത്. അതായത് ഇവരുടെ മനസ്സിൽ തന്നെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് ഇത്ര ആൾക്കാരുടെ കാര്യങ്ങൾ അവരറിയാതെ സപ്പോർട്ട് ചെയ്യുക. മനസ്സ് അവർക്ക് തന്നെ ഇത് ഗ്രൂപ്പിസം അവർ കളിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അത് അവർക്ക് കുറച്ചെങ്കിലും ഒന്ന് പിടുത്തം കിട്ടണമെങ്കിൽ അടുത്ത ആഴ്ച വീക്കെൻഡ് ആവേണ്ടി വരും. ലാലേട്ടൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്പത്തേക്കും എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ചോദിക്കും. എന്തായാലും ബിഗ് ബോസിന്റെ ആദ്യത്തെ അടിയായിരുന്നു ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ അനീഷിന് ഈ ഒരു ക്യാപ്റ്റൻസി കൊടുത്തത്. അതിലൂടെ തന്നെ അത് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ടാവും. ഇനി അത് ധൈര്യം കാണിക്കൂല. എനിക്ക് തോന്നുന്നു അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒരൊറ്റ ആളേ ഉള്ളൂ, ബാക്കി ആർക്കും അത് മനസ്സിലായിട്ടില്ല, എപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോഴും അവര് അനീഷിനെ കാണുമ്പോൾ അവരപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവർ കളിയാക്കി ചിരിക്കുന്ന അങ്ങനത്തെ ഒരു സാധനം കൊണ്ടെന്നോ, അത് പ്രശ്നമാണ്. അത് ഭയങ്കര വിഷയമാണ്. അത് മനസ്സിലാക്കാനാണ് അവരവിടെ കിടന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയോ ചിരിക്കുന്നു. അത് കാണുമെന്ന് സ്വാഭാവികം. അതാണ് ഞാൻ പറഞ്ഞത്, ഓഡിയൻസ് ശ്രദ്ധിക്കുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അത് അവർക്കത് അയാളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. എന്താണെങ്കിലും അങ്ങനെ വരുത്തരുത്. ശരിക്കും അത് മനസ്സിലായിട്ടുള്ളത് രണ ഫാത്തിമയ്ക്കാണ്. ആള് പല സമയത്ത്, അതായത് 3 തവണ 3 സമയങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതെ, വ്യക്തമായിട്ട്. ഒന്ന് അഭിശ്രീയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഭിശ്രീക്ക് അത് മനസ്സിലായിട്ടില്ല. ആദിലയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അക്ബറിനെ കുറിച്ചും പറയുന്നുണ്ട് ശരിക്കും അത്. അതായത് അക്ബർ ഖാൻ അല്ലേ, അക്ബർ ഖാന് കൃത്യസമയത്ത് കൃത്യമായി സംസാരിക്കേണ്ട കഴിവുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ കണ്ടത് അനീഷിനോട് മാത്രമാണ്. അതാണ്, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് എവിടെ അങ്ങനെ കുറച്ച് പേരുണ്ടെന്നേ. അതെ, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. ധൈര്യം കാണിക്കുന്നുണ്ട്. ഇവർ ഒരു ഗ്യാങ് ഒരാൾക്കെതിരെ മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് വരുന്നത്. അവരുടെ കൂട്ടത്തിലുള്ളവരോട് അത് ഇല്ല എന്നുള്ളതാണ്. അത് പല സമയത്തും ഇന്നത്തെ ദിവസം അത് പല സമയത്തും നമുക്ക് ഓരോ പ്രേക്ഷകനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നതെന്ന് അയാളെ അവർ മനഃപൂർവ്വം ഇവരെല്ലാരും കൂടി ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത് സ്വാഭാവികമായിട്ടുണ്ടായ സംഭവമാണ്. അതാണെങ്കിൽ നാളെ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ, മൊത്തത്തിൽ മാറിയേക്കാം. ആരാണ് അവിടെ ഇനി ഉണർന്ന് വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അതിന് ചെറിയൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. രേണുസുതി കുറച്ച് ഒരു ഒതുങ്ങിയ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടീമിൽ ഇതുവരെ പെട്ടിട്ടില്ല. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണത്. പിന്നെ റിൻസിനെ കാണുന്നില്ല, ബിൻസി അതായത് RJ ബിൻസിയെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ബിന്നി വല്ലപ്പോഴൊക്കെ എവിടെയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എങ്കിലും അങ്ങ് ആക്റ്റീവായിട്ടില്ല. പിന്നെ ഈ ആദില നൂർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരൊറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ പല കാര്യങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും ചെയ്യണോ, രണ്ടാണെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അത് ഒരു പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ശാരിക പല സമയത്തും ഇടപെടുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ബിഗ് ബോസ് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനുമോളുടെ വിചാരം അനുമോളെ തൻ്റെ പ്രേക്ഷകർ വിജയിപ്പിച്ചോളും എന്ന് കരുതി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അനുമോള്.
വളരെ വീക്കാണ്. ഞാനും വലിയ പ്രതീക്ഷയിലൊക്കെ വിട്ടത്. എന്താടി പെണ്ണേ, നന്നായി കൂടെ. അവിടെ പോയിട്ട് എന്ത് കരയാനൊക്കെ പോകുന്നു. കരച്ചിലൊക്കെ കണ്ണീന്നുള്ള. അത് കണ്ടപ്പോ എന്റെ ചങ്ക് പറഞ്ഞു പോയിട്ടോ. പക്ഷെ വലിച്ചു കീറലെന്ന് പറഞ്ഞില്ല, അതിന് പറയൂല. പിന്നെ ഇനി പറയാനുള്ള സംഭവം എന്താണെന്ന് അറിയോ, ഇതാ നമ്മളിപ്പം ബിഗ് ബോസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അതിന്റെ അപ്പുറത്ത് ഈ ബിഗ് ബോസ് രാവിലെ ഞാൻ 6:45 7 മണിക്ക് വന്ന മനുഷ്യനാട്ടോ. ഇപ്പോഴാണ് പോവാൻ നിൽക്കുന്നത്. ഇത്രയും നേരം കൊണ്ട് ചിരിച്ച് 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 തലവേദന വരെയായി. അത്രത്തോളം. അതായത് ഞങ്ങൾ ലൈവായിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്, അതായത് അത് തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സീസണൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് ഉപേക്ഷിച്ച് പോയതാണ്, അറിയാലോ. ഞങ്ങൾ പകുതി പോലും നിന്നിട്ടില്ല, അതിന് മുമ്പേ ഇറങ്ങിപ്പോയതാണ് നിർത്തിയിട്ട്. പക്ഷെ ഇത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള രസം കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വേറെ കാര്യം പറയാം കേട്ടോ. ഈ സീസണിൽ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ഇവരെല്ലാവരും ആക്റ്റീവാണ്. അതെ. ഒരു സ്ഥലത്ത് ഒരാൾ മാറി ഒറ്റയ്ക്ക് ആരും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്നു രാവിലെ ചില ആൾക്കാരെ, അത് ബിഗ് ബോസ് മനഃപൂർവ്വം അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ലായിരുന്നു. അപ്പം അതിനുശേഷം ഈ 19 പേര് ഒരുമിച്ച് ഭയങ്കര ജാളിയായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വൈബാണ്. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ്. പിന്നെ കൃത്യമായ ഓരോ സമയങ്ങളിൽ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് ഓരോരുത്തർ. അതെ. അതിപ്പോൾ അനീഷ ആയാലും, അനീഷ് ഇപ്പോൾ ഒരു സമയത്ത്, അതായത് ആളുടെ സ്ഥലപ്പേര് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ ആൾ പ്രതികരിച്ചു. അതുവരെ ആള് അതിന്റെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഉണ്ടെന്നില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോൾ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ സമയത്ത് ഇടപെടണം. ആ രീതിയിലുള്ള പണികൾ വരുന്നുണ്ട്. എന്താണെങ്കിലും കണ്ടന്റുകൾ ആദ്യത്തെ ദിവസം അടിപൊളിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ബിഗ് ബോസ് ആണ് താരം, തീർച്ചയായും. അപ്പോൾ 7ന്റെ പണി എന്നുള്ളത് കറക്റ്റായിട്ട് ഇതുണ്ട്. പിന്നെ ഈ പണിപ്പുരയിൽ എന്ത് പണി നടക്കുന്നു എന്നുള്ളത്, അത് വെറും ഇവരുടെ ഈ സാധനം വാങ്ങി വെക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് പരാജയമായിരിക്കും കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ നടക്കണം. അതല്ല, ഇവർക്ക് കൊടുക്കണ്ട ഡ്രസ്സ് കൊടുക്കാണ്ട് ഇത് മാറാണ്ടൊക്കെ എങ്ങനെയാ ഇനി കൊടുക്കുന്നില്ല എന്ന് കരുത്. അത് എപ്പോഴും കുറേ സമയം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അത് ഒരു ആഴ്ച, ഒരു 2 ആഴ്ച ഒക്കെ ആ ഒരു കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 2 ആഴ്ചയൊക്കെ ഡ്രസ്സൊക്കെ ഇവര് കൊടുക്കുന്നുണ്ടല്ലോ ഡ്രസ്സ്. ഇപ്പം ഞാനും നീ അതിനകത്ത് പോയി, നിനക്ക് നീ കൊണ്ടുപോയ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ നിനക്ക് അതിന് പ്രശ്നമുണ്ടോ? അത് കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതല്ല, നമുക്ക് അവര് തന്ന ഡ്രസ്സ് പോരെ, നമ്മൾ നേക്കടായിട്ടല്ലേ. നമുക്ക് എന്താ പ്രശ്നം? ഈ കോസ്റ്റ്യൂം ഇവര് തരുന്ന കോസ്റ്റ്യൂം അതൊക്കെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, അതൊരു വിഷയമല്ല. മറ്റേ ഡ്രസ്സിന്റെ കാര്യമായിട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ അതെ, ഒരു പണിയല്ല അത്. അപ്പോൾ ഈ പണിപ്പുര ഇത് മാത്രമാണെങ്കിൽ ആ പണിപ്പുര വേസ്റ്റ് ആണെന്നാണ് അഭിപ്രായം. അപ്പോൾ പണിപ്പുരയിൽ വേറെ പണികൾ നടക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ബിഗ് ബോസ് ഒരുങ്ങി തന്നെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തിൽ മനസ്സിലായത്. അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ, അതായത് ലോഞ്ചിന് ലാലേട്ടൻ ലാസ്റ്റ് അവരെ പൂട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടേ മറ്റേ കത്തിച്ചില്ലേ, ബോംബിന്റെ മറ്റേ ആ സാധനം കത്തിപ്പിടിച്ച് അങ്ങനെ മുകളിലേക്ക് പോയിട്ടാണല്ലോ അത് അവസാനിപ്പിച്ചത്. അവിടെ ഉണ്ട് ഇതിന്റെ ഒരു വ്യത്യസ്തത, സത്യം അതിലുണ്ട്. അപ്പൊ എന്തായാലും പ്രതീക്ഷ ഉണ്ട്, കാത്തിരുന്ന് കാണാം നാളത്തെ ദിവസം എന്തായിരിക്കും. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.